ഇവർ വിവാഹിതരായ സീരിയലിൻ്റെ പ്രൊമോ റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ആദ്യം കാണിക്കുമ്പോൾ തന്നെ മറ്റേ അമലെന്ന് പറഞ്ഞ ഗുണ്ടയാണെങ്കിൽ ഭൂമിയുടെ ഇങ്ങനെ മുതുകത്ത് ഇങ്ങനെ കത്തി കുത്തുന്നതൊക്കെ ആയിട്ട് കണ്ട് സ്വപ്നം കണ്ട് അച്യുതൻ ഞെട്ടി എണീക്കുന്നതൊക്കെ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ അച്യുതൻ പേടിച്ചിട്ടൊക്കെ ആണെങ്കിൽ എണീറ്റ് ഇങ്ങനെ നോക്കി കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്നിട്ട് നേരെ ഭൂമിയുടെ റൂമിലൊക്കെ പോയിട്ട് ഭൂമിയെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭൂമി നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അച്യുതൻ പോയി കുറച്ച് നേരം ഭൂമിയുടെ അടുത്തിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ അംബിക കിച്ചണിൽ ഇങ്ങനെ ചായ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭൂമി അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ ഞാനും അച്ഛനും കറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ, അമ്മ വരുന്നുണ്ടോ, അമ്മയ്ക്ക് എന്തെങ്കിലും കുശുമ്പ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അംബിക പറയുന്നത്, അടി എനിക്ക് കുശുമ്പുണ്ട്, അതുകൊണ്ട് ഞാനാണെങ്കിൽ ഇവിടെ പോയി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഭൂമി പറയുന്നത്, അമ്മ ഒരു കാര്യം അടുത്തുള്ളവരെയൊക്കെ വിളിച്ചുകൊണ്ട് പോകണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അംബിക ചോദിക്കുന്നുണ്ട്, മോളെ നിൻ്റെ അടുത്ത് ആരാ പറഞ്ഞത് അച്ഛനെയും കൊണ്ട് കറങ്ങാൻ പോകാൻ? അതമ്മ. എന്നാൽ പിന്നെ മോള് പോയിട്ട് വാ, അമ്മ ഈ സ്ഥലത്ത് ഇഷ്ടംമാതിരി വട്ടം പോയിട്ടുള്ളതാന്നൊക്കെ അംബിക പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ അച്യുതൻ നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. അപ്പം ഭൂമി പറയുന്നുണ്ട്, ഓ അപ്പോൾ അടിപൊളിയാണല്ലോ ഈ ഇതിൽ കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും പെൺപിള്ളേർ ലൈൻ അടിക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അച്യുതൻ പറയുന്നേ, അതേ ഒരു മാലാഖ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞായിരുന്നു ഇതേ കണക്ക് ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാനൊക്കെ. അപ്പോൾ ഭൂമി പറയുന്നത്, ആണോ, ആ അല്ലെങ്കിലും അനുസരണയുള്ള പിള്ളേരെ മാലാഖമാർക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ ഇങ്ങനെ ഭൂമി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭൂമിയുടെ അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് വർക്ക്ഷോപ്പിൽ നിന്ന് ആൾ വിളിക്കുന്നു കേട്ടോ. അപ്പോൾ പറയുന്നത്, ചേച്ചി ഈ കാറിന് ശരിയാക്കുന്നത് കഷ്ടമാണ്, അത് മരിച്ചു പോയെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഭൂമിക്കാണെങ്കിൽ അച്ഛൻ്റെ കാര്യം ഓർമ്മ വരുന്നുണ്ട്. അങ്ങനെ ഭൂമി പറയുന്നുണ്ട്, അത് താനത് ആലോചിക്കേണ്ട കാര്യമില്ല, തൻ്റെ അടുത്താണെങ്കിൽ വണ്ടി ശരിയാക്കാൻ തന്നാൽ വണ്ടി ശരിയാക്കിയാൽ മതിയെന്ന് പറയുമ്പം ആ വർക്ക്ഷോപ്പുകാരൻ പറയുന്നുണ്ട്, അത് ഒരുപാട് പൈസയൊക്കെ ആവുമെന്ന് പറയുന്ന സമയത്ത് ഭൂമി പറയുന്നുണ്ട്, അതൊന്നും താൻ ആലോചിക്കേണ്ട കാര്യമില്ല, താൻ വണ്ടി ശരിയാക്കി തന്നാൽ മതിയെന്നും പറഞ്ഞിട്ട് ദേഷ്യം ഫോണും കട്ട് ചെയ്യും കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ഭൂമിയാണെങ്കിൽ അച്യുതൻ്റെ അടുത്തും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ സൗണ്ട് കേട്ടിട്ട് അംബിക വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്ത് ഇവിടെ സൗണ്ടും കാര്യമെന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, നമ്മൾ ഭൂമി പറയുന്നുണ്ട്, പെട്ടെന്ന് പറഞ്ഞോട് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഇനി ഉറങ്ങത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഭൂമി അങ്ങ് പോകും. അപ്പം അച്യുതൻ പറയുന്നുണ്ട്, അത് വണ്ടിയുടെ അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചത്, അപ്പം വണ്ടി മരിച്ചു പോയെന്നൊക്കെ പറഞ്ഞപ്പം ഭൂമിക്ക് വിഷമമായെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അംബിക പറയുന്നുണ്ട്, അത് അവൾക്ക് അറിയാം അച്ചുവേട്ടന് എത്ര ഇഷ്ടമാണെന്ന് ആ വണ്ടി. അപ്പം വണ്ടി മരിച്ചു പോയെന്ന് പറഞ്ഞാൽ അച്ഛൻ മരിച്ചു പോയെന്ന് അവൾ വിചാരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആ പയ്യൻ ഫോണിൽ വിളിച്ച് പറഞ്ഞ കാര്യമായി, നേരില്ല ആ പയ്യൻ വിളിച്ചെങ്കിൽ അവൻ ഇന്ന് ഭൂമിയെ അടിച്ചു മിക്കാനും കൊന്നേനെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കാണിക്കുന്ന ഭൂമിയും അച്യുതനും കൂടെ പോകാൻ വേണ്ടിയൊക്കെ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ അംബിക അവരെ യാത്രയൊക്കെ ആക്കിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ആ ഗുണ്ടയുണ്ടല്ലോ, ഗുണ്ടയാണെങ്കിൽ അവിടെയൊക്കെ വന്ന് ഇങ്ങനെ നിന്ന് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന സൗഭാഗ്യപുരത്തെ മുത്തശ്ശിയും അത് കണക്ക് സത്യനും മാധവനും എല്ലാവരും കൂടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശിയാണെങ്കിൽ മാധവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മാധവ എന്താ നിൻ്റെ മോനിക്ക് നീ ശ്രീധനമായിട്ട് നിനക്ക് വേണ്ടതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മാധവൻ പറഞ്ഞു, എന്താ അമ്മ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും മുത്തശ്ശി പറയുന്നുണ്ട്, അല്ല ഭവാനിയുടെയും അഞ്ജനയുടെയും പേർക്കാണെങ്കിൽ പൂർവിക സ്വത്ത് കുറവാണ്, അപ്പം എനിക്കുള്ളത് എന്ത് വേണമെങ്കിലും ഞാൻ കൊടുക്കാൻ എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിൽ മാധവൻ പറയുന്നുണ്ട്, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്, നമ്മൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ലല്ലോ, അപ്പം അവൾ നമ്മളെ മോള് തന്നെ അല്ലേ എന്നൊക്കെ അജയുടെ അമ്മ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ജോത്സ്യം വരുന്നുണ്ട്. അങ്ങനെ ജോത്സ്യൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആ ജോത്സ്യം എന്തായി, ജാതകമൊക്കെ നോക്കിയോ? അപ്പോൾ ജോത്സ്യം പറഞ്ഞു, ആ ജാതകമൊക്കെ നോക്കി 10ൽ 8 പൊരുത്തമാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അവരും കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതവും നല്ല രീതിയിലൊക്കെ പോകുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശി പറയുന്നത്, എന്നാൽ പിന്നെ നമുക്ക് നിശ്ചയത്തിന് വേണ്ടി ഡേറ്റൊക്കെ എടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ജോത്സ്യനിരുന്ന് ഡേറ്റൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അജയ് ആണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അജയ് ചോദിക്കും, അപ്പം മാധവൻ പറയുന്നുണ്ട്, ആ എന്തായാലും അജയ് വന്നല്ലോ, ഇനിയിപ്പം അജയുടെ സ്ഥാനത്തിലാവട്ടെ കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അജയ് ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, അത് നിൻ്റെയും അഞ്ജനയുടെയും വിവാഹ നിശ്ചയത്തിനുള്ള ഡേറ്റ് കുറിക്കുന്നതാണെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ അജയ് ചോദിക്കുന്നുണ്ട്, അപ്പം മുത്തശ്ശി അഞ്ജന ഒന്നും പറഞ്ഞില്ലേ? അപ്പം മുത്തശ്ശി പറഞ്ഞില്ല, എന്താ പറയാനാ. അങ്ങനെ അവർ അജയ് പറഞ്ഞത് അഞ്ജലിക്കാണെങ്കിൽ കല്യാണത്തിന് താല്പര്യമില്ലെന്ന് ആണല്ലോ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ മുത്തശ്ശിയാണെങ്കിൽ വിളിക്കുന്നുണ്ട്, അഞ്ജന എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അങ്ങനെ അഞ്ജന വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താ കല്യാണത്തിന് താല്പര്യമില്ലേ മോളെ, ഇതണക്ക് അജയ് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് പറയുന്ന സമയത്താണെങ്കിൽ, അതേ മുത്തശ്ശി ഞങ്ങളാണെങ്കിലേ ഒരു റെസ്റ്റോറൻറ്റിൽ പോയായിരുന്നേ. അപ്പം മുത്തശ്ശി പറയുന്നത്, ആ എന്നിട്ട് അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചു കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ഞങ്ങൾ തീരുമാനമൊക്കെ എടുത്തതെന്ന് പറഞ്ഞാൽ
ഞങ്ങൾ രണ്ടുപേരെയും കല്യാണം നടത്തി തന്നില്ലെങ്കിൽ ഞങ്ങൾ മരിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ അജയ് ആണെങ്കിൽ ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അഞ്ജന പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല മുത്തശ്ശി, ഞങ്ങളെ കല്യാണത്തിന് ഡ്രസ് കോഡ് വരെ ഞങ്ങൾ തീരുമാനിച്ചു. പിന്നെ ഞങ്ങൾ ഹണിമൂണിന് കാശ്മീർ പോകണമെന്നൊക്കെ ഇങ്ങനെ തീരുമാനിച്ചെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ എല്ലാവരും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുമല്ല മുത്തശ്ശി, ഞാൻ പഠിക്കാൻ പോകുന്ന സമയത്താണെങ്കിൽ ഇവനെനിക്ക് ലവിൻ്റെ സിമ്പിളൊക്കെ എനിക്ക് അയക്കുമായിരുന്നൊക്കെ പറയുന്നുണ്ട് മെസ്സേജായിട്ട്. അപ്പോൾ എല്ലാവരും അങ്ങ് ഇരുന്നങ്ങ് നാണമൊക്കെ വന്ന് എല്ലാവരും ആ ഒരു ചമ്മലോടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അജയ് പറയുന്നുണ്ട്, അങ്ങനല്ല മുത്തശ്ശി, എനിക്ക് കാര്യം പറയണമെന്ന് പറയുമ്പം നമ്മൾ മുത്തശ്ശി അജയ് നീ മിണ്ടായിരിക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ മുത്തശ്ശി പറയുന്നുണ്ട്, മാധവ ഇവനാണെങ്കിൽ കണ്ണടച്ച് പാല് കുടിക്കുന്ന പൂച്ചയായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ മാധവൻ പറയുന്നത്, എനിക്കും അറിയില്ലായിരുന്നു അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അജയ് ആണെങ്കിൽ ഇങ്ങനെ അഞ്ജനയെ ദേഷ്യം നോക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മൾ അഞ്ജന പറയുന്നുണ്ട്, ഞാനേ ഭവാനിയുടെ മോളാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കമലിനെ കാണിക്കുന്നുണ്ട്. കമലിനെ ആണെങ്കിൽ ഭവാനി വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് എന്തായി കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കാര്യങ്ങളൊക്കെ ഇപ്പം ഓരോന്ന് തകിടം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ കമൽ പറയുന്നുണ്ട്, അത് ഞാൻ അവരെ പിന്നാലെ തന്നെ ഉണ്ട്, ഇന്ന് തന്നെ എന്താണെന്ന് വെച്ചാൽ കണ്ടെത്തി വിവരം അറിയിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കാൻ നമ്മളെ ഭൂമി അച്യുതനാണ് കേട്ടോ. അപ്പോൾ അവരങ്ങനെ കറങ്ങാൻ പോയ ഒരു പിന്നെ കായലിൻ്റെ സൈഡിലൊക്കെ വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ ഭൂമി ചോദിക്കുന്നുണ്ട്, അച്ഛനിക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ വേണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എനിക്കൊന്നും വേണ്ട മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ അച്യുതൻ പറയുന്നുണ്ട്, എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. അപ്പം നമ്മൾ ആ ഭൂമി പറഞ്ഞാൽ ആമുഖം പറയാതെ പറ അച്ഛാ, അത് മോള് ഡാൻസൊക്കെ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ അരങ്ങേറ്റം ആവണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ വഞ്ചിയിലൊക്കെ ഒന്ന് പോകണമെന്നൊക്കെ നമ്മൾ ആ ഭൂമി എടുത്ത് പറയുമ്പോൾ ഭൂമി പറയുന്നുണ്ട്, അതിനെന്താ വെച്ചാൽ നമുക്ക് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ ഭൂമി പറയുന്നുണ്ട്, എനിക്കൊരു ഐസ്ക്രീം കുടിക്കണം. അപ്പം അച്യുതൻ പറയുന്നുണ്ട്, എനിക്കും വേണം ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഭൂമി ഐസ്ക്രീം മേടിക്കാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ കമലാണെങ്കിൽ ഇവർ പിറക്കെ തന്നെ ഉണ്ടല്ലോ. അങ്ങനെ നമ്മളെ ഭൂമി ഐസ്ക്രീമൊക്കെ പോയി 2 ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ട് ഇങ്ങോട്ട് തിരിയുന്ന സമയത്താണെങ്കിൽ കമൽ നമ്മളെ ഭൂമി ഇങ്ങനെ തട്ടുന്നുണ്ട് കേട്ടോ. അറിയാത്ത രീതിയിൽ തട്ടി ഇങ്ങനെ തറയിലൊക്കെ വീഴുന്നുണ്ട്. നമ്മൾ ആ ഭൂമിയും വീഴുന്നുണ്ട്, ഐസ്ക്രീമൊക്കെ തറയിൽ വീഴുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഭൂമി തറയിൽ വീഴുന്ന സമയത്താണെങ്കിൽ ആ മുടി ഇങ്ങോട്ട് മാറുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു ഷോൾഡറിൻ്റെ സൈഡിലൊരു മറുക് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു മറുകിൻ്റെ കാര്യം നമ്മൾ ഭവാനിയാണെങ്കിൽ കമലിൻ്റെ അടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് കണ്ട ഉടനെ അയാൾ അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങ് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ കടക്കാരിയാണെങ്കിൽ നമ്മളെ ഭൂമിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ അച്യുതൻ്റെ മൂക്കിൽ നിന്നൊക്കെ ഇങ്ങനെ ചുമയ്ക്കുമ്പോൾ സമയത്ത് ബ്ലഡൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അച്യുതനാണെങ്കിൽ നമ്മൾ ഭൂമി കാണാതെ അതൊക്കെ തുടച്ചൊക്കെ കളയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ ഭൂമി വന്നിട്ടാണെങ്കിൽ ഐസ്ക്രീമൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അവർ നിന്നിങ്ങനെ ഐസ്ക്രീമൊക്കെ കുടിക്കുന്ന സമയത്ത് ഒരു പാട്ടൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അവർ രണ്ടുപേരും കറങ്ങാനൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് വഞ്ചിയിലും. പിന്നെ അവിടേക്ക് ഇങ്ങനെ കറങ്ങി നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്ന പറഞ്ഞാൽ നമ്മൾ കമലാണെങ്കിൽ രാത്രി ആണെങ്കിൽ ഭവാനിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. വിളിച്ചിട്ട് പറയുന്നുണ്ട്, മേഡം ഉദ്ദേശിച്ച കാര്യം ശരിയാണ്. അച്യുതനാണെങ്കിൽ ആ കൊച്ചിനെ കൊല്ലാൻ വേണ്ടി കൊടുത്ത സമയത്ത് അവനാണെങ്കിൽ ആ കൊച്ചിനെ കൊന്നിട്ടില്ല. അവൻ ആ കൊച്ചിനെ വളർത്തിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്നിങ്ങനെ ആ ഒരു മാഡം പറഞ്ഞ മുതുവിൻ്റെ സൈഡിലുള്ളൊരു മറുകുണ്ടായിരുന്നില്ല. അപ്പം ആ ഒരു ഇത് ഞാനിന്ന് ആ പെണ്ണിൽ കണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഭവാനിക്കാണെങ്കിൽ ആകെ ഷോക്കായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഭവാനി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, അവർ രണ്ടുപേരെയും കൂടെ അങ്ങ് കൊന്നു കളയാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മളെ ഭവാനിയാണെങ്കിലും. അപ്പോൾ ആ ഒരു ഭാഗത്തോടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.